ഹലോ ഗായ്സ്, വെൽക്കം ടു കോപ്പറേറ്റീവ് സ്റ്റഡി ബഡി. ഇന്ന് നമ്മൾ കോപ്പറേറ്റീവ് ലോയുടെ സെക്ഷൻ 6 മുതൽ 10 വരെയാണ് പഠിക്കാൻ പോകുന്നത്. സെക്ഷൻ 6 റൂൾ 3, അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്നത് രജിസ്ട്രാർക്കാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. രജിസ്ട്രാർ എന്ന് പറയുന്നത് ഒരു IAS ഉദ്യോഗസ്ഥനായിരിക്കും. അദ്ദേഹമാണ് ഈ രജിസ്ട്രേഷനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്നത് ചീഫ് പ്രൊമോട്ടറാണ്. നമ്മൾ ഒരു സൊസൈറ്റി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഇൻഡിവിജ്വൽസ് ചേർന്നിട്ട് ഒരു ചീഫ് പ്രൊമോട്ടറെ തിരഞ്ഞെടുക്കും. ഈ ചീഫ് പ്രൊമോട്ടർ ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു നോർമൽ സൊസൈറ്റി രൂപീകരിക്കാൻ കുറഞ്ഞത് 25 പേര് വേണം. ആ 25 പേരും ഡിഫറെൻറ്റ് ഫാമിലീസ് എന്നുള്ള ഇൻഡിവിജ്വൽസ് ആയിരിക്കണം. ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആണെങ്കിൽ 10 പേര് മിനിമം വേണം. ഓക്കെ, ഇവർ ഒപ്പിട്ടിട്ടാണ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഇത് കൊടുക്കുന്നതിൻ്റെ കൂടെ ബൈലോയുടെ 3 കോപ്പികളൂടെ കൊടുക്കും. ബൈലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൊസൈറ്റി എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള റൂളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഒരു മോഡൽ ബൈലോ വെച്ചിട്ട് മോഡലൊക്കെ ആയിരിക്കും ചിലപ്പോൾ തയ്യാറാക്കുക. മോഡൽ ബൈലോ നമ്മൾ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രപ്പോസ് രീതിയിൽ നമ്മൾ എന്തൊക്കെയാണ് ആ സൊസൈറ്റിയുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അത് ബൈലോ ഉണ്ടാക്കുന്നത്. ആ ബൈലോ എപ്പോഴാണോ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോഴേ അത് ബൈലോ നിയമത്തിൽ വരുള്ളൂ, അല്ലെങ്കിൽ പ്രപ്പോസ്ഡ് ബൈലോയാണത്. കൂടാതെ പ്രൊമോട്ടർമാർ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കും. ആരൊക്കെയാണ് പ്രൊമോട്ടേഴ്സ്, ആ പ്രൊമോട്ടേഴ്സിൻ്റെ എത്രയാണ് അവരുടെ ഷെയർ കോൺട്രിബ്യൂഷൻ എന്നും എൻട്രൻസ് ഫീസ് എത്ര അവരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്നും കാണിക്കും. പിന്നെ ബാങ്കിൽ നിന്ന് ഫിനാൻസിങ് ബാങ്ക് ഏതാണോ ആ ഫിനാൻസിങ് ബാങ്കിൽ നിന്ന് എത്ര ക്രെഡിറ്റ് ബാലൻസ് ആ സൊസൈറ്റിക്ക് ഉണ്ട്, ക്രെഡിറ്റ് എത്ര അവർ ഇട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ കാണിക്കും അതിനകത്ത്. പിന്നെ പ്രോജക്റ്റ് റിപ്പോർട്ടുണ്ട്, അതായത് അതിൻ്റെ എക്കണോമിക് സൗണ്ട്നെസ് എന്താണ് ആ സൊസൈറ്റിയുടെ എന്നുള്ളത് കാണിക്കും. എക്കണോമിക് വയബിലിറ്റി, ആ സൊസൈറ്റി രൂപീകരിച്ച് കഴിഞ്ഞാൽ എത്ര മെമ്പേഴ്സിന് എത്ര നേട്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് എന്ത് പ്രോജക്റ്റ് വേണ്ടിയിട്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു മുളക് പൊടി ഉണ്ടാക്കുന്ന യൂണിറ്റിന് വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ കൊപ്ര ആട്ടിയിട്ട് വെളിച്ചെണ്ണയ്ക്ക് കൊടുക്കുന്ന യൂണിറ്റ് തുടങ്ങാനോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മസാല പൊടിച്ചുണ്ടാക്കിയിട്ട്, അതായത് കറി പൗഡർ അതിൻ്റെ സൊസൈറ്റിയോ അങ്ങനെ എന്ത് വേണോ ആവാം. അതിൻ്റെ കൂടെ ഒരു ക്വാർട്ടർ ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കണം 5 രൂപയുടെ. പിന്നെ ട്രഷറി ചെല്ലാൻ ഉണ്ടാവും, നമ്മൾ ആ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഫീസ് അടച്ചതിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് പഠിക്കേണ്ടത് സെക്ഷൻ 7 റൂൾ 4 രജിസ്ട്രേഷൻ. രജിസ്ട്രാർക്ക് ഇത് കിട്ടിക്കഴിഞ്ഞ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത് ഫോം നമ്പർ 2-ലാണ്. എല്ലാ ഡോക്യുമെൻറ്റും കറക്റ്റാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ 90 ദിവസത്തിനകത്ത് ഈ സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. അഥവാ ഈ സൊസൈറ്റിയിൽ ഈ കൊടുക്കുന്ന ഡോക്യുമെൻറ്റിൽ അവർക്ക് പോരാ, എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം, രജിസ്ട്രാർ 15 ദിവസത്തിനകത്ത് ചീഫ് പ്രൊമോട്ടറെ അറിയിക്കും. അഥവാ രജിസ്ട്രാർ ഒരു ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ചീഫ് പ്രൊമോട്ടർക്ക് എന്ത് ചെയ്യാം, ഒരു റെപ്രസെൻറ്റേഷൻ ഫയൽ ചെയ്യാം. ഇപ്പോൾ എപ്പോഴും നമ്മൾ ചീഫ് രജിസ്ട്രാർ ആയിരിക്കുമല്ലോ ഇത് ചെയ്യുന്നത്, അതിൻ്റെ താഴെ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർമാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ താഴെയുള്ളവരാണ് ചെയ്തതെങ്കിൽ മേളിലായിരിക്കും അവർ കൊടുക്കുക. അപ്പം രജിസ്ട്രാറാണ് ഉള്ളതെങ്കിൽ അവർ ഗവൺമെൻറ്റിലേക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കാം. പിന്നെ ഈ റെപ്രസെൻറ്റേഷൻ്റെ ഡിസിഷൻ അത് 60 ദിവസത്തിനകത്ത് അവർ എടുക്കണമെന്നാണ് അതിൻ്റെ റൂള്. പിന്നെ ചീഫ് പ്രൊമോട്ടർക്ക് എന്ത് ചെയ്യും, അപ്പീൽ 60 ദിവസത്തിനകത്ത് കൊടുക്കാൻ പറ്റും, ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ. ഈ അപ്പീൽ കൊടുക്കുകയാണെങ്കിൽ അത് 30 ദിവസത്തിനകത്ത് തീരുമാനം എടുക്കും. സെക്ഷൻ 8 റൂൾ 4 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഒരു കറക്റ്റായി അത് ഓക്കെ ആണെന്ന് അവർ പറഞ്ഞിട്ട് അവർ തരുന്നൊരു സർട്ടിഫിക്കറ്റാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതോടെയാണ് ആ ഒരു സൊസൈറ്റി നിലവിൽ വരിക. അത് ഫോം നമ്പർ 3-ലാണ് തയ്യാറാക്കുക. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി പഠിക്കും. ജസ്റ്റ് ഇത് ബേസിക് ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഇനി സെക്ഷൻ 9 സൊസൈറ്റി ഈ സെക്ഷൻ പ്രകാരം എന്ത് പറ്റും, ഒരു ലീഗൽ എൻറ്റിറ്റി ആയിട്ട് മാറും രജിസ്ട്രേഷനായിട്ട്. അത് പറയുന്നതാണ് സെക്ഷൻ 9 എന്ന് പറയുന്നത്.
സെക്ഷൻ 10 എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. എങ്ങനെയാണ് ഒരു സൊസൈറ്റിയുടെ പേര് പിന്നെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ബൈലോ അമെൻമെൻറ്റ് പ്രകാരമാണ് ചേഞ്ച് ചെയ്യുക. നമ്മൾ ബൈലോ അമെൻമെൻറ്റും കാര്യങ്ങളൊക്കെ പഠിക്കും. ഇനി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഇതിപ്പോൾ ജസ്റ്റ് ബേസിക്സ് മാത്രം നമ്മൾ അറിഞ്ഞിരിക്കുക. ഇങ്ങനെയൊക്കെ കുറേ സെക്ഷനുണ്ട്. ഇപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അറിയുന്നവർ ഇതെല്ലാം പറയുന്നത്. ഇങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ട്. ഈ സെക്ഷൻസാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ എല്ലാവരും ഇപ്പം HDC ഒക്കെ ചെയ്തിട്ടായിരിക്കില്ലല്ലോ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ ക്ലാസ്സും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പം അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് റിവിഷനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.